ഈ മണിക്കൂറിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. അതിലിപ്പോൾ 7 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് അറസ്റ്റ്. UDF മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ഷാഫി പറമ്പിലിന് ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. അതേസമയം പേരാമ്പ്രയിൽ LDF ഇന്ന് പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കും. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, ഈ സ്ഫോടക വസ്തു എറിഞ്ഞതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ആ സ്ഫോടക വസ്തു എറിഞ്ഞതുൾപ്പെടെയുള്ള കുറ്റത്തിനാണോ ഇപ്പോൾ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? എന്താണ് അറസ്റ്റിന്റെ സാഹചര്യം? അതിന് UDF എങ്ങനെയാണ് കാണുന്നത്? മറ്റു വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലുണ്ടായ രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ സ്ഫോടക വസ്തു എറിഞ്ഞോ തുടങ്ങിയ ആരോപണവും ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സജീർ ചെറുവണ്ണൂർ, അരുൺ മുയ്യോട്, നസീർ വെള്ളിയൂർ, കൃഷ്ണനുണ്ണി വേളം, മുസ്തഫ മിഥിലാജ്, റഷീദ് വെല്ലിയക്കോട് തുടങ്ങിയ പ്രവർത്തകരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ UDF കടുത്ത പ്രതിഷേധത്തിലാണ്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ തന്നെയും UDF പ്രവർത്തകരെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവിടേക്ക് ഇനി കൂടുതൽ പ്രവർത്തകർ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രദേശത്ത് LDFന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും അതുപോലെ തന്നെ റാലിയും സംഘടിപ്പിച്ചിരുന്നു. അതിൽ EP ജയരാജനാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ഈ രീതിയിൽ രണ്ട് വിഭാഗവും സംഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും പ്രദേശത്തുണ്ട്. രാഷ്ട്രീയ സംഘർഷം അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരാരും സ്ഥലത്തുണ്ടായിരുന്നവരല്ല എന്നാണ് UDF പ്രവർത്തകർ ഉയർത്തുന്ന വാദം. അവർ പറയുന്നത് ആ സമയത്ത് സംഘർഷ സ്ഥലത്തോ പ്രദേശത്തോ ഉണ്ടായിരുന്നില്ലാത്ത ആളുകളെ വരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല. LDFന് വേണ്ടി, CPMന് വേണ്ടി പോലീസ് സംവിധാനം കൂട്ടുനിൽക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് UDF പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇരുപക്ഷവും അതിശക്തമായ പ്രത്യാരോപണവുമായി മുന്നോട്ട് പോവുകയാണ്. UDFന്റെ ഭാഗത്ത് നിന്ന് LDFനെതിരെ എന്നതിനേക്കാൾ കൂടുതൽ പോലീസിനെതിരെ, പോലീസ് ഈ CPMന് കൂട്ടുനിൽക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വരാത്ത ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അതിനിടയിലാണല്ലോ ഇപ്പോൾ UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. അതും വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കില്ലേ? തീർച്ചയായും CPM പ്രവർത്തകരോടൊപ്പം തന്നെ ഈ പോലീസിനെതിരായ ഒരു പ്രതിഷേധം ശക്തമാകുന്നതിന് ഒരു കാരണം MP ആയിട്ടുള്ള ഷാഫി പറമ്പിലിന്റെ മൂക്ക് അടിച്ചു പൊട്ടിച്ചു എന്ന വികാരം പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നിൽക്കുന്നുണ്ട്. കേരളത്തിലുടനീളം ആ ഒരു വികാരം നിൽക്കുന്നുണ്ട്. MPയെ ലക്ഷ്യമിട്ട് തന്നെ ആക്രമിച്ചു എന്ന് അതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പോലീസിന്റെ വിശദീകരണം പോലീസ് തന്നെ തള്ളുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതും UDF പ്രവർത്തകരുടെ രോഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോലീസിന്റെ വിശദീകരണം ഉണ്ടായിരുന്നത് തങ്ങൾ ആരെയും മർദ്ദിച്ചിട്ടില്ല, ഗ്രനേഡ് പൊട്ടി കണ്ണീർവാതം പ്രയോഗിച്ചപ്പോൾ പരിക്ക് പറ്റിയതായിരിക്കാം എന്നാണ്. പക്ഷെ ഉന്നത പോലീസ് മേധാവി തന്നെ അതിനെ നിരാകരിച്ചുകൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ അതിൽ മോശമായി പ്രവർത്തിച്ചു, തങ്ങളുടെ നയമല്ലാത്ത രീതിയിൽ അതിൽ പ്രവർത്തിച്ചു, ലാത്തിചാർജ് ഉണ്ടായിട്ടില്ല, പക്ഷെ ഷാഫി പറമ്പിൽ ലക്ഷ്യം വെക്കുന്ന രീതി ഉണ്ടായി എന്നത് പോലീസിനെതിരെ വലിയ തരത്തിലുള്ള വികാരം ഉണരാൻ കാരണമായിട്ടുണ്ട്. UDF പ്രവർത്തകർ കടുത്ത രോഷത്തിലാണ് ഇപ്പോഴുള്ളത്. ദിവ്യ, ഈ CPM കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് പോലീസ് നടപടിയെടുക്കുകയാണ് എന്നാണോ UDF പ്രവർത്തകർ ആരോപിക്കുന്നത്? ഇതിലിപ്പോൾ അറസ്റ്റിലായവരിൽ കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ഉണ്ടോ? അനീസ്, അത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഏതായാലും UDFന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കോൺഗ്രസ് നൽകിയിട്ടുള്ള 7 പേരും കോൺഗ്രസുകാരാണ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, മുസ്ലിം ലീഗ് പ്രവർത്തകർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയത്ത് വ്യക്തമായിട്ടില്ല. അതെല്ലാം കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അവിടെ UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായാണ്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഈ കടുത്ത പോലീസ് നടപടിയിൽ കടുത്ത രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒറ്റക്കെട്ടായാണ്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു. KC വേണുഗോപാലാണ്